വന്നിട്ടുള്ളത് ചെറിയൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വടക്കൻ മലബാറിൽ, അതായത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ തെയ്യം സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി, ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. തെയ്യ സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഉത്സവങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മുടെ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് പുറമേയുള്ള ആൾക്കാർക്കാണ് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയായാലും അറിയും, അതായത് ബന്ധുക്കളോ ഫ്രണ്ട്സോ ഒക്കെ ഈ പറഞ്ഞ ഉത്സവം നടക്കുന്ന ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും അറിയും ഉത്സവമൊക്കെ എവിടെയാണ് നടക്കുന്നുള്ളതൊക്കെ. അതല്ലാതെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ തെയ്യമൊക്കെ എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാതെ വരാൻ ബുദ്ധിമുട്ട് ഉള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ തെയ്യം നടക്കുന്ന ഡീറ്റെയിൽസും ആ തെയ്യം നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പ് അടക്കം, അതായത് നോട്ടീസ് അടക്കം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു എളുപ്പ കാര്യം തന്നെയായിരിക്കും അല്ലേ. നമുക്ക് വേറെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അതായത് വേറൊരു മീഡിയേറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ ഇവിടത്തേക്ക് വരാൻ പറ്റും. ട്രാവൽ ചെയ്യാനുള്ള ലൊക്കേഷൻ ആണെങ്കിൽ നമുക്ക് വണ്ടി എടുത്ത് വരാം, അല്ലാതെ ആണെങ്കിൽ നമുക്ക് ട്രെയിനിലും ബസ്സിലും ഒക്കെ ഇവിടെ വന്നിട്ട് തെയ്യം കണ്ടിട്ട് ആസ്വദിച്ചിട്ട് പോകാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നില്ല, ചെറിയൊരു ആശ്വാസം എന്ന രീതിയിലുള്ള ഒരു വഴിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാനിതിൽ ഉൾപ്പെടുത്താം. അതായത് ഈ തെയ്യ സീസൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 1-2 സ്ഥലത്ത് വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ, പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു തെയ്യം കാണാൻ. അപ്പോൾ ഈ കാണാൻ വന്ന ആൾക്കാർ, നമ്മൾ ഒരു സ്റ്റേഡിയത്തിലിരുന്ന് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കാണുന്നത് പോലെ തെയ്യ സ്ഥലത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ആർപ്പ് വിളിയും, തെയ്യം കെട്ടുന്ന ആൾക്കാർക്കും ഈ തെയ്യം നടത്തുന്ന കമ്മിറ്റിക്കാർക്കും അമ്പലത്തിലെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ കമ്മിറ്റിക്കാരായാലും അമ്പലത്തിലെ ആൾക്കാരൊക്കെ പറയുന്നതൊന്നും കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിന്, എന്താണ് പറയുക, നമ്മൾ ഈ FDFSനൊക്കെ പോയില്ലേ, ഫസ്റ്റ് ഷോനൊക്കെ പോകുമ്പോൾ കുറേ ചീട്ട്, അതായത് ഈ കടലാസൊക്കെ മുറിച്ച് നമ്മൾ എറിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്ന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒന്നും ചെയ്യാതെ തെയ്യം ആസ്വദിക്കണം എന്ന മൈൻഡോട് കൂടി വരുന്ന ആൾക്കാർ മാത്രം ഈ ഒരു വഴി ഉപയോഗിക്കുക. ഈ വീഡിയോ കാണുന്ന വളരെ കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ, ആരെങ്കിലും ഇത്തരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അനുഷ്ഠാനത്തെ തെയ്യത്തിൻ്റെതായ രീതിയിൽ കണ്ടിട്ട് ആസ്വദിക്കുക, പോവുക എന്നല്ലാതെ ബാക്കിയുള്ളവർക്ക്, അതായത് ഈ അമ്പലം ഈ തെയ്യം നടത്തുന്ന ആൾക്കാർക്കാണെങ്കിലും ബാക്കിയുള്ള തെയ്യം കെട്ടിയാടുന്ന ആൾക്കാർക്കാണെങ്കിലും അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് തെയ്യം ദൂരെ നിന്ന് കണ്ട് ആസ്വദിക്കുക, തെയ്യത്തിൻ്റെ അനുഗ്രഹം വാങ്ങുക, തിരിച്ചു പോവുക. അതാണ് അതിൻ്റെതായ ഒരു രീതി. അല്ലാതെ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയ പോലെ എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് തെയ്യം നടക്കുന്ന ലൊക്കേഷനിലേക്ക് എത്തുക, എപ്പോഴൊക്കെയാണ് തെയ്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അടങ്ങിയ കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാം. ഞാനൊരു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം. ആ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങളും സ്വയം നിങ്ങൾക്ക് നോക്കാം, ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത്, ആ ഡേറ്റിൽ എവിടെയാണ് തെയ്യം നടക്കുന്നത്, ഏത് തെയ്യാണ് നടക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ തെയ്യം നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോണാണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ടാബിലോ ഗൂഗിൾ എടുത്തിട്ട് അതിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ കോലത്ത് നാട്, സ്പെല്ലിംഗ് കറക്റ്റ് ചെക്ക് ചെയ്തോളൂ. KOLATHNADU ഇതാണ് സ്പെല്ലിങ്. ഇത് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക്, ഹോം പേജിലേക്ക് പോകും. kolathunaad.in കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു ഹോം പേജാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതിലൊരുപാട് ഡേറ്റ് ഉണ്ടാവും ഓരോ മാസത്തെ. അപ്പം ഏത് ഡേറ്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡേറ്റിൽ ചെക്ക് ചെയ്താൽ ഇതുപോലെ ഓരോ ഡേറ്റിലുള്ള തെയ്യം നടക്കുന്ന കാവുകളും ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതിലേതെങ്കിലും ഒരു കാവിൻ്റെ പേരിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടുത്തെ ഈ നോട്ടീസ് നമുക്ക് കാണാൻ പറ്റും. അതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, എല്ലാ പരിപാടികളും ചടങ്ങുകളും ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും, ടൈം അടക്കം. അതിൻ്റെ താഴെ നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ അമ്പലത്തിലേക്കുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടും. നേരെ ഗൂഗിൾ മാപ്പിലേക്കാണ് പോവുക. അപ്പോൾ ആ ലൊക്കേഷൻ അടക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഗൂഗിൾ മാപ്പിൻ്റെ താഴെ വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്കത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ആർക്ക് വേണമെങ്കിലും ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഈ kolathunaad.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് മൊത്തമായിട്ട് കിട്ടും. ഓരോ ഡേറ്റിന് നിങ്ങൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുന്നത് ആ ഡേറ്റിന് നോക്കിക്കഴിഞ്ഞാൽ ആ ഡേറ്റിൽ എവിടെയാണ് തെയ്യം നടക്കുന്നത് എന്നുള്ളതും അതിൻ്റെ ഗൂഗിൾ മാപ്പ് അടക്കം നമുക്ക് ഇതിൽ ചെക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ ഈ kolathunaad.in എന്ന സൈറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ടീമിന് ഒരു ബിഗ് സല്യൂട്ട്. ഇതൊരു വലിയ കാര്യമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സൈറ്റ് കൊണ്ട് kolathunaad.in എന്നുള്ളത്.
അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറച്ച് ആൾക്കാർക്കെങ്കിലും ചെറിയൊരു സഹായം ഹെൽപ്പായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് നോക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, കൂടെ വെക്കാം.